Welcome to Machinery World. സ്റ്റീൽ കട്ട് എന്ന് പറഞ്ഞ കമ്പനി തൃശ്ശൂർ പാലിയേക്കര ടോൾ പാസയുടെ അടുത്താണ് സ്ഥാപനം. 25 വർഷമായിട്ട് നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് ഉള്ളതാണ്. ആയുർവേദ മരുന്നുണ്ടാക്കാനും ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് അരി, ഗോതമ്പ്, മില്ലറ്റ്സ് എല്ലാം ചെയ്യാം. പ്രോസസ്സിംഗ് പിക്കിള്, ജാമ്, പിന്നെ അതുകൂടാണ്ട് ആയുർവേദ മരുന്നുണ്ടാക്കാനുള്ള മെഷീനറീസ് പിന്നെ കില്ലിലാണ് നമ്മൾ മെഷീനറി സപ്ലൈ ചെയ്യുന്നത്. 25 വർഷമായിട്ട് ഈ മെഷീനറി കഴിഞ്ഞാൽ നമുക്ക് നാളികേരപ്പാല്, അതുപോലെ ഫ്രൂട്ട്സ്, പഴങ്ങളുടെ ജ്യൂസ് എടുക്കാനുള്ള മെഷീനാണ്. പ്രോസസ്സിംഗ് നമുക്ക് വളരെ ഉപകാരമുള്ളൊരു എക്യുപ്മെൻ്റാണ്. ഇതിൻ്റെ തന്നെ ഒരു 1 HP ചെറിയൊരു മെഷീനാണ്. സെയിം ഇതിൻ്റെ തന്നെ വലുതാണ് 5 HP മോഡലുള്ള വലിയ കമ്പനിക്കാർക്ക് എല്ലാ സ്റ്റീൽ ഉപയോഗിക്കാം. ഇതൊരു 20 HP വരെയുള്ള മോഡലുകൾ നമ്മുടെ കയ്യിലുണ്ട്. 1 HP മുതൽ 20 HP വരെയുള്ള മോഡലുകളുണ്ട്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരും? ഇതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഒരു 5 lakhs വരും. കസ്റ്റമേഡാണ്. എന്നിരുന്നാൽ പോലും റഫ് കോസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വളരെ ഇതായിട്ടുള്ള കൊറോസി അറ്റ്മോസ്ഫിയറിൽ ഉപയോഗിക്കാൻ വേണ്ടി. അതായത് കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് പ്രോസസ് ബസ്സിലാണ്. പ്രഷർ ലെഗ് ബോയിലർ എന്ന് പറയും. നമ്മൾ ഫുഡ് ഐറ്റംസ് പ്രോസസ്സ് ചെയ്യാൻ പിന്നെ ആയുർവേദ മേഖലയിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഡിക്കോഷൻസ് ഉണ്ടാക്കുക, കഷായംസ് ഉണ്ടാക്കുക. ഇതും നമ്മൾ ഇതൊരു 100 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഇതൊരു 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള വെറൈറ്റി മോഡലുകൾ വേണ്ട. 200 ലിറ്റർ, 500 ലിറ്റർ, അങ്ങനെ 1000 ലിറ്റർ വരെയുള്ള വെറൈറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള. അതായത് സാറിന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മെഷീനും ഇവിടെ ഡിസ്പ്ലേ ഐദർ ഫിസിക്കലി ഓർ ത്രൂ പ്രിന്റ് മീഡിയ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി മച്ച് അമേസിംഗ്. എല്ലാം ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രോഡക്ട്സും. സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെയുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇതിപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് തന്നെ അവരുടെ റിക്വയർമെന്റ് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. ചെറുകിട സംരംഭകർക്ക് വരെയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ബാങ്കിൽ നമ്മുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വ്യവസായം എത്തിച്ചിരുന്നാൽ വ്യവസായം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായം ചെയ്യും. ആ ഒരു ചെറിയ സൈറ്റ് ബിൽഡിങ്ങിൻ്റെ വരെ നമ്മൾ ഫ്രീ ആയിട്ട് ലായോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുഡിൻ്റെ കാര്യം, ആയുർവേദത്തിൻ്റെ കാര്യം, അങ്ങനെയുള്ള ബാക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വരുന്ന ആളിന് ഇതുപോലെ പുതിയ മെഷീനറികൾ വാങ്ങിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് 50% സബ്സിഡി സർക്കാരിൻ്റെ സ്കീമുണ്ട്. ഇപ്പം നിലവിലുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പേയ്മെൻറ്റ് സ്കീമുണ്ട്. അതിൽ 35% വരെ സബ്സിഡി ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ കിട്ടുന്നതിൻ്റെ ഫീസാവും. ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫുഡ് പ്രോസസ് ചെയ്താണ്. ഫുൾ SS ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 3 HP പോളറൈസറാണ്. ചെറുകിട ഇത് ചെറിയ സംരംഭകർക്ക് മുതൽ വലിയവർക്ക് വരെയുണ്ട്. ഇതിപ്പോൾ 3 HP മുതൽ ഒരു 50 HP വരെയുള്ള സിസ്റ്റം ഉണ്ട്. ഇത് വളരെ ചെറുതാണ്, പക്ഷേ നമുക്കിതിന് കേട്ടോ ഫുൾ SS ആണ്. 304 നമുക്ക് വാഷ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. അതായത് ഇപ്പം മരുന്ന് പൊടിച്ചിട്ട് പിന്നെ അരി പൊടിക്കുമ്പോഴേക്കും അതിൻ്റെ മിക്സ് വരാതിരിക്കുക. ഇത് വെറ്റായിട്ടും ചെയ്യാം, ഡ്രൈയായിട്ടും ചെയ്യാം. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. എല്ലാം നല്ല കണ്ടിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് മനസ്സിലാവും. വാഷ് ചെയ്യാനായിട്ട് അതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും. ഇരുമ്പിന് ചെയ്യാൻ ഇത് പിന്നെ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ആയുർവേദ ഫീൽഡിലാണ്. ഇപ്പം ആയുർവേദത്തിന് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് അത് ആയുർവേദത്തിൻ്റെ തന്നെ
ആൾക്കാർ പേടിക്കുകയാണ്. മൾട്ടി പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്. കാരണം ഇതിന് പൗഡർ റോസ്റ്റ് ചെയ്യാം, ലേഹ്യ തൈലങ്ങൾ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, മനസ്സിലായോ? ഫുഡിന് ഉപയോഗിക്കാം, റെഡി മിക്സ് അപ്പോൾ ഈ ഹലുവ എല്ലാം എണ്ണ തൈലങ്ങൾ, ലേഹ്യം, ഇതൊക്കെ നവരപ്രാശം ഇതൊക്കെ ചെയ്യാം. ഒരുപാട് കമ്പനികൾ സപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി. ആയുർവേദത്തിന് ഇപ്പം വലിയ ഇളക്കുന്നതെല്ലാം ഈ മെഷീനിൽ ചെയ്യുള്ളൂ ബ്ലേഡ്. ഏത് റേഞ്ചിലുള്ളവർക്കും നമ്മുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് സ്റ്റീം എന്ന് പറയുന്നത് കോസ്റ്റ് സാധാരണ അതായത് ഇപ്പോൾ ഈ സാധനയിലുള്ള റേഞ്ച് മെഷീൻ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു സംരംഭകന് ആയുർവേദ ഫീൽഡിൽ തന്നെ ആയുർവേദ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഔഷധി കമ്പനികൾക്ക് സപ്ലൈ ഉണ്ട്. ഇവിടെ കേരളത്തിൽ ധാരാളം ആയുർവേദ കമ്പനികളുണ്ട്, മരുന്നുകളുണ്ട്. അവരുടെ അവരെല്ലാം നല്ല ബിസിനസ് പണ്ടിങ്ങനെയല്ല. നമ്മൾ ഈ തൃശ്ശൂർ ഫോക്കസ് ചെയ്തുകൊണ്ട് ധാരാളം പിന്നെ ഇതുപോലെ ആയുർവേദ മരുന്ന് മാനുഫാക്ചറിങ് പിന്നെ മെഷീൻസ് ചെയ്യുന്നുണ്ട്. വാഷിങ്, ഡ്രൈയിങ്, ജ്യൂസ് മെഷീൻസ്, ഒരു കെറ്റില്, ജാറിന് പൾപ്പറൊക്കെ ഉണ്ടാക്കാൻ പൾപ്പറ്. പിന്നെ നമ്മുടെ വാല്യൂ അഡീഷൻ സാധനം കൊടുത്താലേ നമുക്ക് പ്രോഫിറ്റുകളുള്ളൂ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ അങ്ങനെ തന്നെ സെയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ജ്യൂസ് ആക്കിയിട്ട് ജാമ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാര്യമായ ഫോക്കസ് ചെയ്യാനുണ്ടാകും. കഴിഞ്ഞാൽ എത്ര എങ്ങനെ ഫ്രൂട്ട് രീതി കഴിഞ്ഞാലും അതിൽ ഒരുപാട് വേസ്റ്റായിരിക്കും. ഒരു 25-35% നമുക്ക് കിട്ടുള്ളൂ. ബാക്കി എങ്ങനെ കേടായിരിക്കും പ്രാണിയിൽ നിന്നല്ലാതെ. ഈ ഒരു ചെറുകിട ആളുകൾക്ക് ചെയ്യാവുന്ന സംരംഭമാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റിൽ പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മുടെ കേരളത്തിലെ ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ വാല്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് ടാക്സ് കാര്യങ്ങൾ ശരിയല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റിൽ കമ്പ്യൂട്ടർ നടത്തിക്കൊണ്ട് പോകും. ഇപ്പോൾ കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി. അതിന് മാത്രം അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അല്ല, ഗവൺമെന്റ് നല്ല സപ്പോർട്ടുണ്ട്, സബ്സിഡികളുണ്ട്, ലോൺ കിട്ടാനുണ്ട്. ആളുകൾ ഇതിൽ വരണം എന്ന് മാത്രമല്ല. ഈ നമ്മുടെ കേരളത്തിലുള്ള എന്തൊക്കെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടോ അതിന് വേണ്ടുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇപ്പോൾ സംരംഭകന് മണ്ണുത്തിയിലുണ്ട്. സ്ഥാപനങ്ങളുണ്ട്. അതിലുണ്ട് രണ്ട് നിങ്ങളെ പോലെ കസ്റ്റമൈഡ് മെഷീനറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് യാതൊരുവിധ പ്രയാസമില്ല. അതായത് റാ മെറ്റീരിയൽ നമ്മൾ പിന്നെ ഭൂമിയിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താണ് മെഷീനറി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉണ്ട്. ഒരെണ്ണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. ഇവിടെ പവറിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇല്ല. ഇപ്പം പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് ഒരു 90% ഇല്ല. ഇപ്പം മാർക്കറ്റിംഗ് മൊത്തത്തിൽ ഈ ഓൺലൈൻ ഡിജിറ്റലിലൂടെയാണ്. ഇപ്പം നമ്മൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 1 വീക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യണം. ചെയ്യുന്നുണ്ട്. അതായത് ഇത് കോവിഡിന് ശേഷം ഇത് വളരെ എളുപ്പമായി. കോവിഡിന് ശേഷം ഇത് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ട് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. ഇപ്പം അല്ല പ്രിന്റ് മീഡിയ ഇപ്പം പരസ്യം കുറവെന്നാണ് അറിയുന്നത്. ഇപ്പം ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്
കാശൊന്നും മുടക്കണ്ട. നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് അതിലൂടെ യൂട്യൂബിൽ പിന്നെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് വരാം. Okay, sir. We had a very wonderful interaction in this stall. Okay, sir. So, ആളുകൾക്ക് സാറേ നമ്മളിപ്പോൾ ഈ ചെയ്ത വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നാച്ചുറലി ഇതിനെ സംബന്ധിച്ച് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാണ് സാറ് നമുക്കിപ്പം മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് അവന്യൂസ് ആണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തായാലും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ മുന്നോട്ട് വരുന്ന ആൾക്കാർ എങ്ങനെ നമുക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാനും ഈ മെഷീനറികളിലെ കുറിച്ച് അവർക്കൊരു ഇത് കൊടുക്കാനും ഒരു ഇൻഫർമേഷൻ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കൊടുക്കാനും പിന്നെ അവർക്ക് അവർ കസ്റ്റമേഡായിട്ട് മെഷീനറികൾ സപ്ലൈ ചെയ്യാനും എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? ഓക്കെ സാർ. മൊബൈൽ നമ്പർ 9847293050. അത് വിളിക്കുക. അത് വഴി വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഐ ഡി ഞങ്ങളുടെ വന്നു മിഷണറിയുടെ സജഷൻ, ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു ലേഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇവർക്ക് ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും നടത്തി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ. അതായത് അവർക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് സപ്പോർട്ട് സാർ കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് അവരുടെ സംരംഭം നല്ല രീതിയിൽ പോകും. മിഷണറികൾ നന്നായിട്ട് സർവീസ് കൊടുക്കും. പീരിയോഡിക് സർവീസ് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ മീൻസ് ലോങ് ടൈം വാറണ്ടി കൊടുക്കും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.